ഹലോ, എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ക്യാൻറ്റീൻ ഉള്ളതായിട്ട് ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബോധിവൃക്ഷം നിൽപ്പുണ്ട്. അപ്പം ഇത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു വൃക്ഷമല്ല, ഇത് മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന വേറൊരെണ്ണമാണ്. ഇപ്പം ഞങ്ങളുടെ ഈ കമ്പനിക്കകത്ത് തന്നെ ഒരു 2-3 നിൽപ്പുണ്ട്. ഇതിന് കാരണം ഇവിടെ മുമ്പ് ചൈനീസായിരുന്നു, ഈ കമ്പനി മുമ്പ് ചൈനീസായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് ഞങ്ങളുടെ കമ്പനി വാങ്ങിച്ചത്. അപ്പോൾ അവർ അന്ന് നട്ട് വളർത്തിയിട്ടുള്ള മരങ്ങളാണ്, അതെല്ലാം വളർന്ന് വലുതായി നിൽക്കുന്നതാണ്. അപ്പം അന്നുണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ സ്ട്രക്ചറൊക്കെ തന്നെയാണ് ഇപ്പോഴും. ഇതിനകം മാത്രമേ എല്ലാം മെയിൻ്റനൻസൊക്കെ ചെയ്തെടുത്തിട്ടുള്ളൂ. അത് ആ പഴയ മോഡലിൽ തന്നെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് കമ്പനിയുടെ ക്യാൻറ്റീനിലേക്കാണ് പോകുന്നത്. ഇവിടെ ജോലി ചെയ്യുന്നത്, ഫുഡ് ഉണ്ടാക്കുന്ന, ഇന്ത്യൻ ഫുഡ് എല്ലാം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ കുട്ടികളാണ്. അപ്പം അവർ ഉണ്ടാക്കുന്ന ഇന്ത്യൻ ഫുഡിൽ നിന്ന് എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. അതിന് വേണ്ടിയാണ് ഇത്. ഇവിടുത്തെ മെയിൻ കുക്ക് ആഞ്ചല, ഇവിടുത്തെ സൂപ്പർവൈസറാണ് ഈ നിൽക്കുന്നത് ജെനിഫറും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി. ഇവരെല്ലാവരും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. ഇവരെ ഒരുപാട് നാളത്തെ പരിശ്രമം കൊണ്ട് പഠിപ്പിച്ചെടുത്തതാണ്. ഇതാണ് ഞങ്ങളുടെ ക്യാൻറ്റീൻ്റെ അകം. ഞങ്ങൾ ഇതിനകത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, എക്സ്പാട്രിയേറ്റ്സിനും പിന്നെ വരുന്ന ഗസ്റ്റുകൾക്കും മാത്രമായിട്ടുള്ള ഒരു ക്യാൻറ്റീനാണ്, അല്ലാതെ കമ്പനിയിലുള്ള എല്ലാ ആൾക്കാർക്കും ആയിട്ടുള്ള ഒരു ക്യാൻറ്റീനല്ല. അപ്പോൾ ഇതിവിടെ ഒരു മെനു ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ എന്താണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കകത്ത് പോയി നോക്കാം. വെജും നോൺ വെജും 2 കിച്ചണിലായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെയാണ് വെജ് ചെയ്യുന്നത്. അപ്പം വെജ് ചെയ്യുന്ന ആദ്യം ഞാൻ കാണിച്ച ആഞ്ചലയാണ്. ഇവളാണ് ഇവിടുത്തെ ചപ്പാത്തിയുടെ എക്സ്പേർട്ടാണ്. ഇവളെ എൻ്റെ ഹസ്ബൻഡാണ് ഇവളെ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തത്. ഇപ്പോൾ ഇവള് ഭയങ്കര ടേസ്റ്റായിട്ട് ചപ്പാത്തി ഉണ്ടാക്കും. അവൾ പറയുന്നത് എല്ലാവരെയും അവൾ ഉഗാണ്ടയിലേക്ക് വിളിക്കുകയാണ്. എല്ലാവരും വരും ഉഗാണ്ടയിലേക്കെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ സ്റ്റോറാണ്. ഇവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തീരുന്നത് സ്റ്റോക്ക് ചെയ്യും. എല്ലാ ആഴ്ചയിലും പോയിട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരും ഒരു വണ്ടി പോയിട്ട്. പിന്നെ ഫ്രീസറിലൊക്കെ എല്ലാം സൂക്ഷിച്ച് വെക്കും. എത്ര നാളത്തേക്ക് വേണമെങ്കിലും ഇവിടെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളുണ്ടാകും. എല്ലാ ഷെൽഫിനകത്ത് സാധനങ്ങൾ വാങ്ങിക്കും. ഇതായിരുന്നു ഇന്നത്തെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള പറാട്ടയും കടലക്കറിയായിരുന്നു. അപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാമെന്ന്. ഇവളാണ് ജസ്റ്റിൻ. ഇവൾ നേരത്തെ ക്യാമറയുടെ മുന്നിലൊക്കെ നിൽക്കുക. അവൾക്ക് ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഞാൻ എടുക്കുന്നത് കൊണ്ടാണ് ഇവൾക്ക് പിന്നെ കുറച്ച് സന്തോഷമൊക്കെ. ഇവളുടെ കാര്യം പറഞ്ഞ്, ഇവൾ നോൺ വെജ് ഉണ്ടാക്കാൻ ഭയങ്കര മിടിക്കുക കേട്ടോ. മീനും കോഴിയും എല്ലാം ഇവൾ ചെയ്യും. ഇവൾ ഒരു 15 വർഷത്തിന് മുന്നേ 5.5 വർഷം എൻ്റെ കൂടെ നിന്ന കുട്ടിയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഇവൾ പഠിച്ചെടുത്തു. അപ്പോൾ എൻ്റെ മോളുടെ ക്ലാസ്സൊക്കെ കാരണം ഞാൻ കുറച്ച് നാൾ നാട്ടിലേക്ക് പോയപ്പം ഇവൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇവൾ പോരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൊണ്ടുപോരാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലല്ലോ. അപ്പോൾ ഇവളെ ക്യാൻറ്റീനിലേക്ക് അവരെടുത്തു. പക്ഷേ ഞാൻ തിരിച്ചു വന്നപ്പോൾ അവരെനിക്ക് തന്നില്ല ഇവളെ. അപ്പോൾ ഇന്ന് ഇവൾ ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്, അതാണ് കാണിച്ചത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് അവൾ കാണിക്കുന്നത്. തേങ്ങ വെച്ചുള്ള ഗ്രേവിയാണ് ചെയ്യുന്നതെന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ അതിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. അവൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നത് ചിലപ്പം അത്ര മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അടുത്തതിൽ അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ഇപ്പോൾ ഇട്ട മുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ പിടിക്കുന്ന മുളക് ഇവർ തന്നെ ഉണക്കി പൊടിച്ചെടുത്തിരിക്കുക. അതിന് ഭയങ്കര എരിവ. പിന്നെ മഞ്ഞൾപ്പൊടി അത് വാങ്ങിക്കുന്ന കേട്ടോ. നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ആൾക്കാർ കൊണ്ടുവരും. പക്ഷേ അത് തീർന്നു പോയിട്ട് ഇവിടുന്ന് വാങ്ങിച്ചതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം മുമ്പ് എപ്പോഴൊക്കെയല്ല മുമ്പ് ഞാൻ പഠിപ്പിച്ച് കൊടുത്ത സംഗതികൾ അതുപോലെ തന്നെ അവളിപ്പോഴും സൂക്ഷിച്ച് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. ചില സമയം അങ്ങ് മറന്നു പോകും കേട്ടോ, എന്ത് മസാലയാണെന്നുള്ളത്. അന്നേരത്തേക്ക് ഓടി വരും, മമ്മി ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് വന്ന് എന്നെ ചോദിച്ചറിഞ്ഞുകൊണ്ട്. ഇവിടെ ചുമന്നുള്ളി, നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് കിട്ടത്തില്ല, വല്ലപ്പോഴും കിട്ടുള്ളൂ. അതുകൊണ്ടൊരു ശകലം സവാള ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ തന്നെ അങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല, ഞാൻ മാറി നിൽക്കുകയാണ്. പിന്നെ ഞാൻ നിൽക്കുന്നത് കൊണ്ട് അശാട്ടിക്കൊരു ബുദ്ധിമുട്ട്. ഇനി വല്ല തെറ്റാണോ അവൾ ചെയ്യുന്നതെന്നൊക്കെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ഭക്ഷണം പാചകം ചെയ്യും. ബിരിയാണി, ഫ്രൈഡ് റൈസ്, ഗീ റൈസ് എല്ലാം ചെയ്യും.
അതിൻ്റെ കൂടെ ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ്, ഓരോ ദിവസവും ഓരോ മെനു ഉണ്ടല്ലോ, അതനുസരിച്ച് എല്ലാം കൃത്യമായി ചെയ്തോളും. ആദ്യം ഒന്ന് പഠിച്ചെടുക്കാം, മസാലയൊക്കെ ഒന്ന് ആക്കിയെടുക്കാൻ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലായി വരാം. പക്ഷേ അത് കഴിയുമ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കും. ഇവിടെ ചട്ടിയുണ്ട്, പക്ഷേ ഇവിടെ ചട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയാണ്, കനമുള്ള ചട്ടിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഉച്ചക്കലത്തേക്ക് ലഞ്ചിന് വേണ്ടി ചെയ്യുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ സമയമല്ലേ, അപ്പം ലഞ്ചിന് വേണ്ടി ചെയ്യുകയാണ്. തലേ ദിവസം ചെയ്ത് വെക്കും, മുളക് വെച്ച മീൻ കറി വെക്കും, അത് ചട്ടിയിൽ ചെയ്ത് വെക്കും. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഡാം. അപ്പോൾ ആ ഡാമിൻ്റെ അകത്തുനിന്ന് പിടിക്കുന്ന മീനാണ്. ഇതിൽ ഐസ് ഇടുന്നതോ ഒന്നുമല്ല, ഫ്രഷായിട്ട് പിടിച്ചുകൊണ്ട് വരും, അന്നേരം തന്നെ മുറിച്ച് കറി വെക്കുന്ന മീനാണിത്. ഇതിൽ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒന്നും വെക്കുന്നില്ല, അപ്പം തന്നെ പിടിച്ചു കൊണ്ടുവന്ന് വെക്കുന്ന മീൻ കറിയാണിത്. പിന്നെ ഇവർ സ്കിൻ എല്ലാത്തിൻ്റെയും പൊളിച്ചെടുക്കും. എന്ത് മീൻ, വേറെ നൈൽ പർച്ച് അങ്ങനെയൊക്കെ മീനുണ്ട് ഇവിടെ. ഇവിടെ അധികം പുറത്തുനിന്ന് മീൻ വാങ്ങില്ല. ഈ ഒരു മീനാണ് ഇത്. പല ടൈപ്പിൽ അവൾ ചെയ്യും. മീൻ തോരൻ വെക്കും, മീൻ ഫുള്ളായിട്ട് വറക്കും, ഫിംഗർ ചിപ്സ് പോലെ ഉണ്ടാക്കും, അങ്ങനെ ഓരോന്നും ഓരോ ടൈപ്പിൽ ഇവിടെ ഉണ്ടാക്കും. പിന്നെ ഞാൻ ഈ അത്തരത്തിലൊക്കെ എല്ലാ വീഡിയോയും എടുത്താൽ എല്ലാവർക്കും ഉഗാണ്ടയിലുള്ളവർ ചെയ്യുന്നതിനോട് ഇനി ഇഷ്ടം വരുന്നൊന്നും എനിക്കറിയാത്തത് കൊണ്ട് ആണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്തത്. ഇപ്പം കുറേ ആൾക്കാരങ്ങനെ ആവശ്യപ്പെട്ടു, ഇവരെ കൊണ്ട് തന്നെ പാചകം ചെയ്യിച്ച് കാണിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ജസ്റ്റിനെന്ന് പറഞ്ഞാൽ കൊണ്ട് അവളൊരു ശാന്തമായ സ്വഭാവത്തിനുടമ, അവളൊരു വലിയ ബഹളക്കാരിയൊന്നുമല്ല, നല്ലൊരു കുട്ടിയാണ്, നല്ലൊരു കുട്ടി. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവരൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം തറയൊക്കെ തുടച്ച് ഫാനൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കും. അതാണ് ഇവരുടെ ഏറ്റവും ഒരു പ്രത്യേകത. കഴിഞ്ഞ ദിവസം എനിക്ക് ഇതിൽ ഒരു പേര് ഞാൻ മറന്നുപോയി, ഒരു മോളൊരു മെസ്സേജ് ഇട്ടിരുന്നു, അയ്യോ ഇത്രയും സമ്പന്നമായ ഒരു സ്ഥലമാണോ, കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാർ ഉഗാണ്ടയിൽ പോവുകയാണോ എന്ന് ചോദിക്കുന്നത്. അയ്യോ എന്ത് തെറ്റായിപ്പോയി അതെന്ന്. അത് സത്യം തന്നെയാണ് കേട്ടോ. ഇവരുടെയൊക്കെ രീതികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവരിൽ നിന്നൊക്കെ ഒരുപാട് പഠിച്ചെടുക്കാറുണ്ട്. ഇവരുടെ ആ ഒരു പൊളൈറ്റായിട്ടുള്ള ഒരു പെരുമാറ്റവും, ഇവർക്ക് വാശിയൊന്നുമില്ല. ഇന്ന് നമ്മളുമായിട്ട് വഴക്ക് പിടിച്ച് എന്തെങ്കിലും, ഞാനിവരുമായിട്ട് നല്ലതായിട്ട് വഴക്കൊക്കെ പിടിക്കും കേട്ടോ, വഴക്ക് പിടിച്ചേ പറ്റുള്ളൂ. എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുത്താലൊക്കെ പിന്നെ അവരതുപോലൊക്കെ കാണിക്കുമ്പോൾ വഴക്ക് പിടിക്കും. പക്ഷേ പിറ്റേന്ന് ഞാൻ അനങ്ങാതെ ഇരുന്നാലും മമ്മി സോറി എന്ന് പറഞ്ഞിട്ട് വരും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. വാശി വെച്ച് നടക്കത്തില്ല ഇവർ. നമ്മളവരെ കണ്ടു പഠിക്കാനുണ്ട് ഒരുപാട്. ഇവരുടെ കൂടെ നിന്ന് ഒരുപക്ഷെ നമുക്ക് ഒരുപാട് വാശിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ എനിക്ക് തോന്നും അതൊക്കെ നമുക്കങ്ങ് ഇല്ലാതാകുമെന്ന്. അതുപോലെയാണ് ഇവരുടെ രീതികൾ. പിന്നെ അവർക്ക് അവരുടേതായ ചില സംസ്കാരങ്ങളുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് ആണ് അവരുടെ ഒരു ജീവിതം. അതിനെയൊന്നും മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ, ഇവളെപ്പോഴും എന്നെ കൂടെ കൊണ്ടുപോകുമോ, എന്നെ കൂടെ നാട്ടിൽ കൊണ്ടുപോകുമോ എന്നപ്പോൾ ഇവിടെ ഉള്ളവർ കളിയാക്കി പറയും ഇവളെ കൂടെ കൊണ്ടുപോകും. ഇതേ കണ്ടോ, നമ്മൾ ഉപ്പ് നോക്കുന്നത് പോലെയാണ് അവൾ നോക്കുന്നത്. ഞാൻ ചെയ്യുന്നത് കണ്ടവൾ പഠിച്ചതാണത്. ഇപ്പോൾ അവൾ അങ്ങനെയേ ചെയ്യുള്ളൂ. ഇവളെ കൂടെ കൊണ്ടുപോയിട്ട് നമുക്കവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്നൊക്കെ ഇവിടെ ഉള്ളവർ പറയാറുണ്ട് കേട്ടോ. പക്ഷെ അത്രയ്ക്ക് നല്ല പാചകമാണ്, വളരെ നീറ്റായിട്ട് ചെയ്യും. അത് മീനൊക്കെ കണ്ടില്ലേ കഴുകി വെച്ചിരിക്കുന്നത്, അതങ്ങനെ നല്ല ഭംഗിയായിട്ട് വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കഴുകി വെള്ളമൊക്കെ വടിച്ച് നല്ല നീറ്റാക്കിയാണ് വെക്കുന്നത്. അല്ലാതെ വെള്ളത്തിനകത്ത് ഇട്ടിരുന്നിട്ട് പിഴിഞ്ഞെടുത്ത് അങ്ങനെയൊന്നുമല്ല. പിന്നെ ഈ മീനും നല്ല ഫ്രഷായിട്ടുള്ള മീനല്ലേ, അതും പറയണം. അപ്പോൾ അങ്ങനെയാണ് മീൻ വെക്കുന്നത്. അപ്പോൾ ഇവിടത്തെ ഒരു ഇതെന്ന് വെച്ചാൽ നല്ല വെളിച്ചെണ്ണ കിട്ടത്തില്ല. അപ്പം നമ്മൾ വാങ്ങുന്ന വെളിച്ചെണ്ണയെന്ന് പറഞ്ഞാൽ അത്ര ഒരു സുഖമല്ല, ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് വെളിച്ചെണ്ണയ്ക്ക്. കിട്ടും വല്ലപ്പോഴും ഒക്കെ ഒരു ശകലം. അതങ്ങനെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞ് എല്ലാത്തിലും ഞാനിങ്ങനെ ഇതുപോലെ ഒന്ന് ചൂടാക്കിയേ ഒഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തേങ്ങ അരച്ചാലേ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവൾ അല്ല അത് ഒഴിക്കാമെന്നും പറഞ്ഞിട്ട് അവളുടെ ഇഷ്ടത്തിന് തന്നെ കടുക് പൊട്ടിക്കുകയാണ് ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ അങ്ങ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നെ അവൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ വിട്ടുകൊടുത്തതാണങ്ങനെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതാണ് എൻ്റെ ജസ്റ്റിൻ്റെ മീൻകറി. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ വേറെ വീഡിയോകളുമായിട്ട് വരാം. നിങ്ങൾ കമൻറ്റിലൂടെ വിവരങ്ങൾ അറിയിക്കണം. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ വേറെ വീഡിയോസ് വരെ കൊണ്ട് ചെയ്യിപ്പിച്ചിടുന്നതായിരിക്കും. ഉണ്ടല്ലോ, ഇതാണ്
മീൻകറി. നമ്മൾ കേരളക്കാർ വെക്കുന്നത് പോലെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് മീൻകറി. ഒരു ഉഗാണ്ടക്കാരി വെച്ച മീൻകറിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?